ഹലോ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്ലവർ ലേസ് വെച്ച് ഒരു ഹെയർ ബാൻഡാണ്. ഒരു ഹെയർ ബാൻഡും ഉണ്ട്, 2 അലിഗേറ്റർ ക്ലിപ്പും ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഒരു ഫ്ലവർ ലേസ്, ഒരു സാറ്റിൻ ബോ, പിന്നെ 2 അലിഗേറ്റർ ക്ലിപ്പ്, പിന്നെ അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ നമുക്ക് കുറച്ച് ഗോൾഡ് ബീഡ്, പിന്നെ നമ്മുടെ ഗ്ലൂ. അപ്പോൾ നമ്മുടെ സാറ്റിൻ ബോ എടുത്ത് അതിന് അത്യാവശ്യം എത്ര അളവ് വേണമെന്ന് നോക്കിയിട്ട് ആ അളവിനനുസരിച്ച് നമ്മുടെ ഫ്ലവർ ലേസ് കട്ട് ചെയ്തെടുക്കുക. ഈ ഫ്ലവർ ലേസ് നമുക്ക് പല കളറിൽ അവൈലബിളാണ്. അതുപോലെ സാറ്റിൻ ബോയും അപ്പം നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളറിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ്ട് നമ്മുടെ സാറ്റിൻ ബോയിൽ അല്പം ഗ്ലൂ തേച്ചിട്ട് അതിൻ്റെ ഒരറ്റത്ത് നമ്മുടെ ഫ്ലവർ ലേസ് ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് നമ്മളൊരു അലിഗേറ്റർ സെറ്റ് ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒട്ടി കിട്ടത്തില്ല. അപ്പം അതുവരെ അതൊന്ന് ഇളകാതിരിക്കാൻ വേണ്ടി അലിഗേറ്റർ വെക്കുന്നത്. എന്നിട്ട് ബാക്കി പോർഷന് നമ്മൾ ഗ്ലൂ തേച്ച് നമ്മുടെ ഫ്ലവർ ലേസ് ഒട്ടിച്ച് കൊടുക്കുക. പെട്ടെന്ന് നമ്മുടെ ബോ റെഡിയായി, കണ്ടോ. എന്നിട്ട് അടുത്ത അറ്റത്തിലും നമ്മുടെ ഈ അലിഗേറ്റർ ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിട്ടുപോകത്തില്ല. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗോൾഡ് ബീഡ് എടുക്കാം. എന്നിട്ട് അത് ഓരോ ഫ്ലവറിൻ്റെയും, ആ ഫ്ലവർ ലേസിലെ ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ ഗോൾഡ് ബീഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഗ്ലൂ തേച്ചിട്ട് അതിനകത്ത് ഓരോ ഗോൾഡ് ബീഡ്, കണ്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡാണ്. അപ്പം നമ്മുടെ ഗ്ലൂ പെട്ടെന്ന് ഒട്ടത്തില്ലെന്നുള്ളതിന് തെളിവാണ്. അത് ഇളകി വരും. പെട്ടെന്ന് ഒട്ടിയില്ലെങ്കിലും ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇളകാൻ പാടാം. അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് നീക്കി വെച്ചാണ് നമ്മൾ മുത്തൊട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്ലവറിലും ആ മുത്തൊട്ടിച്ച് കംപ്ലീറ്റ് കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഏകദേശം പകുതി വരെ ഒട്ടിച്ചു. ഇനി ആ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഭാഗത്തൂടെ നമ്മുടെ മുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇഷ്ടപ്പെട്ട ലേസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള മുത്തും നമ്മൾ സെലക്ട് ചെയ്യണം. മുത്ത് വെക്കാതെ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മുടെ ഗ്ലൂ ഒട്ടുന്ന താമസമേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഹെയർ ബോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം ഒട്ടിച്ച് തീരാറായി. അപ്പം നമ്മൾ ഒട്ടിച്ച് വെച്ച ആ ഒരറ്റത്തെ അലിഗേറ്റർ മാറ്റിയിട്ട് അറ്റം വരെ നമ്മൾ ആ മുത്തൊട്ടിച്ച് നമ്മുടെ ബോ റെഡിയായി. അപ്പോൾ അത് മാറ്റി വെക്കാം. നമുക്കിനി ക്ലിപ്പ് ചെയ്യാം. ക്ലിപ്പിൻ്റെ നീളത്തിൽ അതുപോലെ ലേസ് മുറിച്ച് സെയിം അളവിൽ ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത് വെക്കണം. എന്തിനാണെന്നറിയാമല്ലോ, നമ്മുടെ 2 ക്ലിപ്പ് ചെയ്യണ്ടേ. അപ്പോൾ അത് ആ ഗ്ലൂ തേച്ചിട്ട് ക്ലിപ്പിൻ്റെ മുകളിൽ ആ മുറിച്ചെടുത്ത പീസ് ഒട്ടിക്കുക. 2 പീസും ഒട്ടിച്ച് 2 ക്ലിപ്പിൽ സെറ്റ് ചെയ്തു. ഇതിങ്ങനെയും വെക്കാം നമുക്ക്. പിന്നെ എന്തായാലും ബോയിൽ മുത്തൊട്ടിച്ചതുകൊണ്ട് ഇതിൽ മുത്തൊട്ടിച്ച് നമുക്ക് സെറ്റാക്കാം. നമ്മൾ 3 ഫ്ലവറാണ് അതിലുള്ളത്. അതിൽ 3 ഫ്ലവറിൽ ഓരോ മുത്തൊട്ടിച്ച് നമ്മുടെ ക്ലിപ്പ് റെഡിയായി. കണ്ടോ, നല്ല സിമ്പിളായിട്ട് അടിപൊളി ഹെയർ ക്ലിപ്പും അടിപൊളി ഒരു ഹെയർ ബാൻഡും സെറ്റാക്കിയില്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.